ക്യാരറ്റ് വീട്ടിലിരിപ്പുണ്ടെങ്കിൽ ഇതാ ഇതുപോലെ മിൽക്ക് ഷേക്ക് ഉണ്ടാക്കിയെടുത്ത് നോക്കിക്കേ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ. നല്ല ഒരു ഉച്ച ടൈമിലൊക്കെ ചൂട് ടൈമിലൊക്കെ ഉണ്ടാക്കിയെടുത്ത് കുടിക്കാനായിട്ട് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാവുന്നുള്ളൂ. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ് കേട്ടോ. ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ 2-3 ചെറിയ ക്യാരറ്റ് ഉണ്ടെങ്കിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് കുനുകുനാന്ന് അരിഞ്ഞെടുത്ത് വെക്കാം കേട്ടോ. ഇനി ഉണ്ടല്ലോ ഈ അരിഞ്ഞെടുത്ത് വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അങ്ങോട്ട് അടിച്ചെടുക്കാനായിട്ട് എളുപ്പമുണ്ടാവും. അപ്പോൾ ഇതുപോലെ ഞാനിപ്പോൾ ഒന്ന് നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് ഒരു വിസിൽ അടുപ്പിച്ചെടുത്താൽ മതി കേട്ടോ. പെട്ടെന്ന് വെന്ത് കിട്ടുള്ളൂ കേട്ടോ. ഇതുപോലെ അങ്ങനെ ആയി കിട്ടും. ഇനി നമുക്കത് അങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. അപ്പോൾ നമുക്കതിനായിട്ട് കുറച്ച് ഈന്തപ്പഴം, ഒരു 3-4 ഈന്തപ്പഴം അകത്തെ കുരുവൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാം. പിന്നെ കുറച്ച് നട്ട്സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടെടുക്കാം കേട്ടോ. ഞാനിപ്പോൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ടേസ്റ്റ് കൂടുതൽ ഇട്ടാനൊക്കെയായിട്ട് ഒരു 2-3 ഏലക്ക ഉണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് പൊടിച്ച് അതും ഇട്ട് കൊടുക്കാം കേട്ടോ. ഇനി നമുക്കത് ഇതുപോലെ ഐസ് ക്യൂബ്സ് ഉണ്ടെങ്കിൽ അതും ഇതുപോലെ ഒന്ന് വാരിട്ട് കൊടുത്തോ. ഇനി ഉണ്ടല്ലോ നമുക്ക് ഈ കട്ടപ്പാലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ വീട്ടിൽ തിളപ്പിച്ചാറിയ പാല് ഐസാക്കി എടുത്താലും മതി കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ അത് 2-3 വർഷം ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതില്ലാന്ന് വെച്ചാൽ കുഴപ്പമൊന്നുമില്ല, തണുത്ത പാലുണ്ടെങ്കിൽ എടുത്തൊന്ന് ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി ആവശ്യത്തിന് പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നെ അതായത് ഇതുപോലെ 2 കുഞ്ഞ് ചെറുപഴം ഉണ്ടെങ്കിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ചില ആളുകൾക്ക് ഈ ക്യാരറ്റിൻ്റെ ഒരു ഫ്ലേവർ ഇഷ്ടപ്പെടാതെ വരും. പക്ഷെ ഇങ്ങനെ പഴം കൂടി ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ കഴിക്കാത്തവരും കഴിച്ചോളും. പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഇതിങ്ങനെ കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ബ്ലഡ് ഉണ്ടാവാനൊക്കെ ആയിട്ട് നല്ലതാണ്. പ്രഗ്നൻസി ടൈമിലൊക്കെ ഇതിങ്ങനെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ വളരെ ഹെൽത്തി ആയിട്ടുള്ള ഡ്രിങ്കാണ്. എന്തായാലും ഉണ്ടാക്കി നോക്കുക. നല്ലൊരു ടേസ്റ്റ്, നമുക്ക് ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് കിട്ടുന്ന നല്ലൊരു ഇതാണ് കേട്ടോ. അപ്പോൾ ക്യാരറ്റ് വെച്ച് ഉണ്ടാക്കിയാൽ തോന്നത്തില്ല. ഉണ്ടാക്കി നോക്കിയിട്ട് കഴിച്ചിട്ട് എങ്ങനെയാണ് അഭിപ്രായം എന്ന് പറയണേ. സബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ് കൂടി ചോദിച്ചിട്ട് പോകണം കേട്ടോ. ബൈ.